വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിൽ മെട്രോയിൽ യാത്ര ചെയ്യാൻ ഒരുക്കിയിരിക്കുന്ന വിദ്യാ പാസ് കൊച്ചി മെട്രോ നിർത്തലാക്കി. പുതിയ അധ്യയന വർഷത്തിലേക്ക് പാസ് വാങ്ങാൻ വിദ്യാർത്ഥികൾ എത്തിയപ്പോഴാണ് പദ്ധതി നിർത്തലാക്കിയത് പുറത്തറിയുന്നത്. ഇതോടെ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ദുരിതത്തിലായി. വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി 2023 വിദ്യാ പാസ് അവതരിപ്പിക്കുന്നത്. കുറഞ്ഞ വിലയിൽ എളുപ്പത്തിലെത്താമെന്നതിനാൽ നിരവധി വിദ്യാർത്ഥികളാണ് ഈ പദ്ധതി ഉപയോഗിച്ചിരുന്നത്. വിദ്യാ പാസിനൊപ്പം തന്നെ അടിപൊളി 30, വീക്കെൻഡ് ധമാക്ക തുടങ്ങിയ മറ്റു ചില പദ്ധതികളും മെട്രോ നിർത്തലാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയവയായിരുന്നു ഇവയെല്ലാം. കോമൺ പാസ്, കൊച്ചി വൺ കാർഡ്, 125 ദിന പാസ് എന്നിവ മാത്രമാണ് മെട്രോയിൽ അവശേഷിക്കുന്ന പദ്ധതികൾ. അതേസമയം കൊച്ചി വൺ കാർഡിലെ സ്റ്റുഡൻസ് ഒൺലി പാസ് സൗകര്യം വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താം. ഇത് ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ സ്വന്തം പേരിൽ കൊച്ചി വൺ കാർഡ് വാങ്ങണം. ഇതിൽ 100 ട്രിപ്പുകൾ ചാർജ് ചെയ്താൽ യാത്രാനിരക്കിൽ 60% ഇളവ് ലഭിക്കും. എന്നാൽ ഇതിനേക്കാൾ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി ലാഭമുണ്ടായിരുന്നത് വിദ്യാ യാത്രാ പാസ്സാണെന്നും അത് പുനഃസ്ഥാപിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. മീഡിയ 1 കൊച്ചി.